പെരുന്നാൾ വിശേഷത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരാൾ ഭയങ്കര ഗൗരവത്തിലാണ്. ഏതോ ഒരു കണ്ടംപൂച്ച വന്നിട്ട് നല്ല അടി ഇടിയൊക്കെ കൊടുത്തിട്ട് ക്ഷീണത്തിൽ കിടക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തായാലും പതിവില്ലാതെ കുഞ്ഞാവ അമ്മച്ചമ്മ അടുത്ത് പോയി ഭയങ്കര വിശേഷവും ഒക്കെ പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ച നേരെ ജുമാക്ക് പോയി. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സദ്യയല്ല ഊണായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും പരിപ്പും പപ്പടവും അവിയലും സാമ്പാറും അങ്ങനെ എല്ലാം കൂടെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമായിരുന്നു കേട്ടോ. ഉറക്കമെന്ന് വെച്ചാൽ നല്ല ഒരുപാട് നേരം കിടന്ന് ഉറങ്ങി. വൈകുന്നേരമായി എണീറ്റ് കുഞ്ഞിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പെரியമ്മമാരെ കാണാൻ പോകണം. ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ ശരിയാവത്തില്ല, രാവിലെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അവിടുന്ന് പിന്നെ ഈ മാങ്ങ ഉണ്ടല്ലോ, അത് വെയിലത്തൊക്കെ വെച്ച് വെള്ളമൊക്കെ വറ്റി കഴിക്കണം, അടിപൊളിയാണ്. അങ്ങനെ കുറേ കഴിച്ചിട്ട് കുറേ ഉപ്പിലല്ല അച്ചാറിടാനും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ വന്ന സമയത്ത് ഇച്ചാക്കൊരാഗ്രഹം 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കൂടെ പോകണമെന്ന്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ അവിടേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇന്ധനം ഇല്ലാത്തൊരു ഷോർട്സ് നമ്മുടെ യൂട്യൂബിൽ വേണ്ട, പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ കേട്ടോ. അങ്ങനെ ഇന്ധനമൊക്കെ അടിച്ച് ഇത് പിന്നെ ഇച്ചാടെ പെങ്ങളുടെ വീടാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു. എനിക്കാണെങ്കിൽ ഈ ജ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചേ കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു. കുഞ്ഞാവയുടെ കളിയും ചിരിയാണ് മെയിൻ. എവിടെ പോയാലും ഇവരാണല്ലോ ഹീറോ. അങ്ങനെ ആളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാണെങ്കിൽ താഴെ ഇറങ്ങാതെ ഇതുപോലില്ല, ഇപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ താഴെ ഇറക്കി വിട്ട ടൈമിൽ ഒരൊറ്റ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ കേട്ടോ, ഇന്നെടുത്ത ഏറ്റവും നല്ല ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. മാഷാ അല്ലാ. അങ്ങനെ നേരെ അവിടുന്ന് പിന്നെ ഇച്ചാടെ വല്യമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും കുഞ്ഞിലെ അവൻ്റെ ചെറുപ്രായത്തിലൊക്കെ എന്ന് വെച്ചാൽ 1-2-3 മാസത്തിലൊക്കെ ഇവൻ വാപ്പിച്ചടുത്തൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അവൻ പോകുന്നില്ല കേട്ടോ, വല്യമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ പെരുന്നാൾ വിശേഷം